ചർച്ചയ്ക്കിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയോട് ആ ക്ലാസ്സിലെ ടീച്ചറിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടായിരിക്കും. ആ കുട്ടിയോട് മാത്രമല്ല, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും അവരത് കാണിക്കും. കാരണം ആ കുട്ടി നന്നായി പഠിച്ചു എന്നതിന് അവരെ നന്നായി അനുസരിച്ചു എന്നും കൂടി അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയാണ് അള്ളാഹുവും ഔലിയാക്കളും തമ്മിലുള്ള ബന്ധം. അവർ അള്ളാഹുവിനെ അനുസരിച്ചവരാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണ്, അള്ളാഹു പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരുമായി ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുക. പക്ഷേ അള്ളാഹിൻ്റെ ജോലി അവരെ ഏൽപ്പിക്കരുത്. കാരണം ദൈവമാകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഞാൻ പറഞ്ഞു വന്നത് ആരാധന രീതിയിൽ പോകരുത് എന്നാണ്. നിങ്ങൾ മഹാന്മാരായ ഔലിയാക്കളുടെ നടയിൽ പോയി നിന്നുകൊണ്ട് അവരുടെ പേര് വിളിച്ചുകൊണ്ട് അവരോടായിട്ട് എൻ്റെ കൈവേദന മാറ്റിത്താ, എൻ്റെ കാലുവേദന മാറ്റിത്താ, എൻ്റെ മകളുടെ കല്യാണം നടത്തിത്താ, എൻ്റെ ഇന്ന ആഗ്രഹങ്ങൾ സാധിച്ചതാ എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്, പാപവുമാണ്. കാരണം മൺമറഞ്ഞു പോയ ഒരു മഹാന്മാർക്കും നമ്മുടെ ഒരു ആവശ്യവും സാധിച്ചു തരാനുള്ള കഴിവ് ഇല്ല. പിന്നെ എന്താണ് ശരിയായ രീതി? നിങ്ങൾ അവരുടെ നടയിൽ പോയി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആദ്യം പടച്ചവനോട് ദുആ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നേരിട്ട് പടച്ചവനോട് പറയുക. എനിക്ക് പ്രിയപ്പെട്ട ഒരു ദാസന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു ദാസൻ എന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, അത് കൊടുക്കണം എന്ന് റബ്ബ് തീരുമാനിക്കും. അതാണ് ഒരു ശരിയായ രീതി. നിന്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാലും നീ എന്നോട് ചോദിക്കൂ എന്നാണ് പടച്ചവൻ പറയുന്നത്. പക്ഷേ ഒരു ഉന്നതനായ വ്യക്തിയെ നമ്മൾ കാണാൻ പോകുമ്പോൾ ഇടയ്ക്കൊരു മീഡിയേറ്റർ ഇരിക്കുന്നത് നല്ലത് തന്നെയല്ലേ? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയെ ഒരു മീഡിയേറ്ററായിട്ട് നിങ്ങൾ ഉപയോഗിക്കൂ. അവരുടെ മഹത്വവും അത് തന്നെയാണ്. അവർക്ക് ദുആ ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും പഠിച്ചവൻ അത് നല്ല കാര്യമായി ആണെങ്കിൽ സാധിച്ചു തരും. ഭീമാപള്ളിയിൽ പോകരുത്, കടുവപ്പള്ളിയിൽ പോകരുത്, അജ്മീരിൽ പോകരുത്, അതൊക്കെ തെറ്റാണ് എന്ന് ചിലരൊക്കെ പറയും. ഒരു തെറ്റുമില്ല, നിങ്ങൾ ധാരാളമായിട്ട് പോകൂ. പക്ഷെ നമ്മളൊക്കെ അവിടെ പോയി കാണിക്കുന്നതാണ് തെറ്റ്. അവിടെ പോയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ് തെറ്റ്, നമ്മുടെ രീതികളാണ് തെറ്റ്. അതൊന്ന് തിരുത്തും.